ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ജാനിമോളെ ചീര വിളവെടുത്താലോ. കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു ഞാനും ജാനിമോളും കൂടെ. എന്നെ നന്നായി സഹായിച്ചിട്ടുണ്ടായിരുന്നു ജാനിമോള്. നമ്മളിന്ന് അത് പറിച്ചെടുക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി പറിക്കാൻ വേണ്ടി വെച്ചിട്ട്, പക്ഷേങ്കിൽ വിളവെടുക്കണമെങ്കിൽ അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ അച്ഛനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചീരയ്ക്കൊന്നും പിന്നെ ഇലയുണ്ടാവില്ല. ഇപ്പം തന്നെ നോക്കിയാൽ കാണാം, കുറേ നമ്മുടെ ഒരു വിരുന്നുകാരൻ വന്ന് കഴിച്ചു തീർത്തു. നമുക്കിനി കുറച്ചേ ബാക്കിയുള്ളൂ. മിച്ചമുള്ളത് നമുക്ക് പറിച്ചെടുക്കാം, നല്ലത് നോക്കി അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ കുറച്ച്, ഈ സൈഡിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കി അച്ഛന് വേണ്ടി കുറച്ചവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വലുതാകുമ്പോൾ നമുക്ക് അച്ഛന് കൊടുക്കാമല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അച്ഛൻ വന്നിട്ട് കട്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേങ്കിൽ ഇല പുഴു വന്ന് തിന്നുന്നത് കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കുട്ടികളെങ്ങനെയാണ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വിട്ട് അവർക്ക് എല്ലാം കണ്ടും അറിഞ്ഞും പ്രകൃതിയെക്കുറിച്ചും വിത്തിനെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ട് നനപ്പിക്കുക. എൻ്റെ മോൾ എന്നെ ഒരുപാട് സഹായിക്കലുണ്ട് നനയ്ക്കാനൊക്കെ. പിന്നെ മോനായിക്കോട്ടെ, ചെറിയ വിത്തുകൾ കണ്ടാൽ പോലും പറയും വിത്താണെന്നും നടാമെന്നും അതുണ്ടാവട്ടെ എന്നും പറിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മക്കളെ മണ്ണിൽ ഇറക്കാറില്ലേ? അപ്പം ഇതാണ് ജാനിമോളുടെ ചീര. കുറേ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവളെ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര വിശേഷം. കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ജാനി ഇത് പിടിച്ചിട്ട് അച്ഛന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.